ഹായ്, ദിസ് ഈസ് യഷാദ് അലി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ-വേ ബില്ല്. ചെറിയ ടോപ്പിക്കാണ്, വളരെ ചെറിയ ടോപ്പിക്ക്, ഇ-വേ ബില്ല്. സോ ഇ-വേ ബിൽ ഈസ് മോർ ചോദിക്കുന്നത് MCQ പെർസ്പെക്റ്റീവിലായിരിക്കാം കൂടുതൽ ചാൻസ് ചോദിക്കുന്നത്. അല്ലാത്ത രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വല്ലാണ്ട് ഇതിലില്ല. അപ്പം നമുക്ക് MCQ പെർസ്പെക്റ്റീവിലാണ് ഈ കാര്യം കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഇ-വേ ബില്ല് എന്ന് പറയുമ്പം സാധാരണഗതിയിൽ എന്താണ്, അതായത് ഒരു പുതിയ നാച്ചുറായിട്ടുള്ളൊരു സാധനം GST വന്നപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നൊരു സംഭവമാണ്. പണ്ട് ഇവിടെ നമ്മളെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും ഇതിന് എക്സാമ്പിൾ പറയല് റൺവേ സിനിമയാണ്. റൺവേ സിനിമയിൽ ഒരു മേജർ കഥാപാത്രമുണ്ട്. വാളയാർ പരമശിവനോ വർക്കിച്ചനോ അല്ല, നമ്മുടെ ചെക്ക് പോസ്റ്റ്. അതിൽ സാധനം വരുമ്പം ചെക്ക് പോസ്റ്റിൽ ഇങ്ങനെ നിരയായിട്ട് കിടക്കും. എന്നിട്ട് ഓരോ സാധനം വെരിഫൈ ചെയ്തിട്ടാണ് സാധനം വിടുക. അപ്പോൾ ഗവൺമെന്റ് വെരിഫിക്കേഷൻ അവിടെ നടക്കുന്നത് അല്ലേ, പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് ആ ഒരു ഇൻവോയ്സിൽ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് വിടുന്നത്. അപ്പോൾ അതേപോലെ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ്. അതായത് സാധനം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വല്ല ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്താൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതൊന്ന് ഈസി ആക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ അത്ര ടൈം കൺസ്യൂമിങ് ആക്കാതെ പെട്ടെന്ന് സാധനം എത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സിസ്റ്റമാണ് ഇ-വേ ബിൽ. അതായത് ഇതിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അതായത് ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വല്ല സാധനം കൊണ്ടുവരികയാണ്, അവിടെ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് ചെയ്യുക, കൊണ്ടുവരുന്നതിന് തൊട്ട് മുന്നേ തന്നെ, അതായത് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഗവൺമെന്റിനെ അറിയിക്കുക എന്തൊക്കെ സാധനം കൊണ്ടുവരുന്നത്, ഏത് വെഹിക്കിളിലാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് അറിയിക്കുക. ഇതാണ് പണി, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ വെഹിക്കിളിലാണ് മീൻസ് ഏത് വെഹിക്കിളിലാണ് കൊണ്ടുവരുന്നത്, എന്തെല്ലാം കൊണ്ടുവരുന്നത് അറിയിക്കുക. എങ്ങനെ അറിയിക്കുക? ഓൺലൈനായിട്ട് അറിയിക്കുക. ഓൺലൈനായിട്ട് അറിയിച്ചിട്ട് ഒരു റിസീറ്റ് കിട്ടും. ആ റിസീറ്റ് കൂടെ അതിൻ്റെ കൂടെ വെക്കുക, അതായത് ഇൻവോയ്സിൻ്റെ കൂടെ വെച്ചിട്ട് പോരുക. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൽ ചെക്കിങ് ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ ഇത് ചെക്കിങ് ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ സുഖമല്ലേ? പറ്റൂല. അങ്ങനെയല്ല, ചെക്കിങ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അതായത് സ്ക്വാഡിന് GST സ്ക്വാഡിന് എപ്പോൾ വേണമെങ്കിലും കൈകാട്ടി നിർത്തി ചെക്ക് ചെയ്യാം. ഇ-വേ ബിൽ എടുത്തുക്കണോ നോക്കാം, ഇതൊക്കെ നോക്കാം. അപ്പോൾ ഇ-വേ ബിൽ എടുത്തിട്ടില്ല, അതായത് വണ്ടി പോകുന്നു, ഇ-വേ ബിൽ എടുത്തിട്ടില്ല, നല്ല പെനാൽറ്റി ഉണ്ടാവും. വണ്ടി അവിടെ കോൺഫിസ്കേറ്റ് ചെയ്യും, വണ്ടി അവിടെ കൊണ്ടുപോകും, ഹെവി പെനാൽറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇ-വേ ബില്ലിൻ്റെ എല്ലാ പ്രൊവിഷൻസും ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നാൽ മെജോറിറ്റി നമ്മളെ MCQ പെർസ്പെക്റ്റീവിന് വേണ്ട എല്ലാ പ്രൊവിഷൻസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ കംപ്ലീറ്റ്ലി അല്ല, എന്നാൽ MCQ പെർസ്പെക്റ്റീവ്, അതായത് എക്സാം പെർസ്പെക്റ്റീവിൽ വേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇ-വേ ബിൽ ഞാൻ പറഞ്ഞു ഓൺലൈനായിട്ട് ചെയ്യുക. ആ സൈറ്റാണ് ഈ സൈറ്റ്. ആ ഫോമിൻ്റെ പേരാണ് EWB01. മാർക്ക് ചെയ്ത് വെച്ചാൽ MCQന് EWB01. ഓക്കെ, ഇനി ഇ-വേ ബില്ല് എപ്പോഴാണ് എടുക്കണ്ടേ? എല്ലാ കേസിലും എടുക്കണോ അതോ അതിനെന്തെങ്കിലും ലിമിറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ടോ? ലിമിറ്റ് ഉണ്ട്. ഇതെപ്പോഴാണ് എടുക്കണ്ടേ? മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് മൂവ്മെന്റ് നടത്തുന്നുണ്ട് ആൻഡ് കൺസൈൻമെന്റ് വാല്യൂ, അതിലുള്ള വാല്യൂ 50,000 കൂടുതലാണെങ്കിൽ ഇ-വേ ബില്ല് മസ്റ്റാണ്. അപ്പോൾ 50,000 കുറവാണെങ്കിൽ ഇ-വേ ബില്ല് വേണ്ട. അപ്പോൾ ഇ-വേ ബില്ല് വേണ്ടാത്തപ്പോഴാണ് 50,000 താഴെയാണെങ്കിൽ. 50,000 കൂടുതലാണെങ്കിൽ ഇ-വേ ബില്ല് മസ്റ്റ് ആയിട്ട് എടുത്തേ പറ്റൂ. ഇപ്പോൾ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉണ്ട്, വാല്യൂ 50,000 കൂടുതലാണെങ്കിൽ ഇ-വേ ബില്ല് ഈസ് മസ്റ്റ്. ഇ-വേ ബില്ല് എടുത്തേ പറ്റൂ. അത് ഇൻ റിലേഷൻ ടു സപ്ലൈ ആവാം, അതർ ദാൻ സപ്ലൈ ആവാം, അല്ലെങ്കിൽ ഇൻവേർട്ട് സപ്ലൈ ആവാം. അതായത് ഇങ്ങോട്ട് വാങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ മൂവ്മെന്റ് നടത്തുന്നത് വെറുതെ, അതായത് ഇതിന്റെ ഗോഡൗൺ ട്രാൻസ്ഫർ, അതായത് സപ്ലൈ ഒന്നുമല്ല, ഈ ഗോഡൗണിൽ മറ്റേ ഗോഡൗണിൽ അയക്കുക, എന്നാലും എടുക്കണം. സപ്ലൈ അല്ലെങ്കിലും എടുക്കണം, സപ്ലൈ ആവണമെന്നില്ല. അപ്പം അതായത് സപ്ലൈ അല്ലെങ്കിലും ഗുഡ്സിന്റെ മൂവ്മെന്റ് ഉണ്ടോ, 50,000 കൂടുതലുള്ള വാല്യൂ ആണോ, ഇ-വേ ബില്ല് മസ്റ്റാണ്. പർപ്പസിന്റെ അവിടെ ആവശ്യമില്ല. സപ്ലൈ ആവണം എന്നൊരു നിർബന്ധമില്ല. സപ്ലൈ ആണെങ്കിൽ മാത്രം ഇ-വേ ബില്ല് എടുക്കണം എന്ന് പറയുന്നത്. അപ്പം 50,000 ഓർത്ത് വെച്ചോ, MCQ പെർസ്പെക്റ്റീവിന് ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, ഇനി ഈ 50,000 എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡിങ് GST ആണോ എക്സ്ക്ലൂഡിങ് GST ആണോ? ഇൻക്ലൂഡിങ് GST, അതായത് ടാക്സബിൾ വാല്യൂ പ്ലസ് GST ആണ് 50,000 നോക്കണ്ടേ. ഇൻക്ലൂഡിങ് GST 50,000 എക്സീഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നാണ് നോക്കണ്ടേ, എക്സ്ക്ലൂഡിങ് അല്ല. ബട്ട് ആ എമൗണ്ടിൽ വാല്യൂ ഓഫ് എക്സം സപ്ലൈ നമുക്ക് വേണ്ട, എക്സ്ക്ലൂഡ് ചെയ്യാം. എക്സം സപ്ലൈ എന്ന് പറയുമ്പോൾ GST ഇല്ലാത്ത വല്ല ഐറ്റംസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാം. അപ്പം നമ്മൾ 50,000 കൂട്ടുമ്പോൾ എന്താ എടുക്കണ്ടേ? ടാക്സബിൾ വാല്യൂ ഉള്ള ഐറ്റം പ്ലസ് അതിൻ്റെ GST. എക്സംപ്റ്റ് സപ്ലൈ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാം. ഇനി രണ്ട് കേസിൽ ഇ-വേ ബില്ല് 50,000 താഴെയാണെങ്കിലും മസ്റ്റാണ്. ഈ കേസും പഠിച്ചു വെച്ചോ. അതായത് 50,000 താഴെയാണെങ്കിലും ഇ-വേ ബില്ല് മസ്റ്റാന്ന് പറയുന്ന രണ്ട് കേസ് ഉണ്ട്. ഒന്ന് ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സ്, അതായത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സ് വിച്ച് ഈസ് എക്സംപ്റ്റഡ് ഫ്രം ഒബ്റ്റെയിനിങ് രജിസ്ട്രേഷൻ. GST രജിസ്ട്രേഷന്റെ ഏരിയ എത്തുമ്പോൾ നമ്മളൊരു കാര്യം പഠിക്കും. ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണ്ട, ഇ-വേ ബില്ല് GST രജിസ്ട്രേഷൻ വേണ്ട, നിർബന്ധമല്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അതായത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തുന്ന ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സ് ആണ് സപ്ലൈ നടത്തുന്നതെന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ ഈസ് നോട്ട് മാൻഡേറ്ററി ഇഫ് ഇറ്റ് ഈസ് എ ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സ്. GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ലെങ്കിലും ഇ-വേ ബില്ല് മാൻഡേറ്ററി ആണ് 50,000 താഴെയാണെങ്കിലും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല എന്നാണ്. അവിടെ ഇന്റർ സ്റ്റേറ്റ് അല്ലടാ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തുന്ന ഒരു GST രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് എടുക്കണ്ടേ? അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് സെക്ഷൻ 24 നമ്മൾ പഠിക്കും, നമ്മുടെ രജിസ്ട്രേഷൻ പഠിക്കുമ്പോൾ. അപ്പോൾ അവിടെ GST രജിസ്ട്രേഷൻ വേണ്ടാന്നുണ്ടെങ്കിലും ഇ-വേ ബില്ല് വേണം. അപ്പോൾ 50,000 താഴെയുള്ള ഹാൻഡിക്രാഫ്റ്റഡ് ഗുഡ്സ് ഞാൻ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തുകയാണെങ്കിൽ ഇ-വേ ബിൽ മാൻഡേറ്ററി ആണോ? അല്ലേ, ഇറ്റ് ഈസ് മാൻഡേറ്ററി. ഈവൻ ദോ 50,000 താഴെയാണെങ്കിലും മാൻഡേറ്ററി ആണ്. അതേപോലെ തന്നെ ജോബ് വർക്കിന് വേണ്ടി ഗുഡ്സ് അയക്കുകയാണെങ്കിൽ, ജോബ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ,
അപ്പം എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഞാൻ വേറെ ആൾക്ക് കൊടുക്കും. ആ ഗുഡ്സ് ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അല്ലേ, അയാൾ ഡിസൈൻ ചെയ്ത് തിരിച്ച് കണ്ടന്റ് അയക്കും. ആ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനാണ് അയാൾ ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് വിളിക്കുക, ജോബ് വർക്ക് എന്ന് വിളിക്കുക. അയാൾ ചെയ്യുന്ന എന്താ, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്ത് തരുമല്ലേ. അപ്പം അങ്ങനെ അയാൾ ചെയ്യുന്ന വർക്കിൻ്റെ പേരാണ് ജോബ് വർക്ക്. ജോബ് വർക്കിന് വേണ്ടി ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ നടത്തുന്നുണ്ടെങ്കിൽ, മറ്റു സ്റ്റേറ്റിലോട്ട് ട്രാൻസ്ഫർ നടത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, e-way ഈസ് മാൻഡേറ്ററി ഈവൻ എന്തോ 50,000 താഴെയാണെങ്കിൽ. അപ്പം ഞാനൊരു ചെരുപ്പ് മാനുഫാക്ചർ ആണ്, ഒരു 30,000 റുപ്പീസിൻ്റെ ചെരുപ്പ് ഉണ്ട് എൻ്റെ അടുത്ത്, എനിക്കത് ജോബ് വർക്കിന് വേണ്ടി തമിഴ്നാട്ടിൽ അയക്കണം. e-way മാൻഡേറ്ററി ആണോ? യെസ്. 50,000 നോക്കേണ്ട ആവശ്യമില്ല. ഇനി e-way രണ്ട് പാർട്ടുകൾ, പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എയിൽ നമ്മളുടെ GST നമ്പർ, സപ്ലൈയുടെ GST നമ്പർ, റിസീപ്പിന്റെ GST നമ്പർ, ഇൻവോയ്സ് നമ്പർ, അതൊക്കെയാണ് അതിൽ കൊടുക്കുക. അതായത് റിലേറ്റഡ്, പാർട്ട് എയിൽ റിലേറ്റഡ് ടു ഇൻവോയ്സ് ആണ് നമ്മൾ കൂടുതൽ ഫില്ല് ചെയ്യുന്നത്. പാർട്ട് ബിയിൽ റിലേറ്റഡ് ടു ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അതായത് വെഹിക്കിൾ നമ്പർ, ട്രാൻസ്പോർട്ടറുടെ ഡോക്യുമെന്റ് നമ്പർ, അതേപോലെ ഗുഡ്സിന്റെ റിസീറ്റ് നമ്പർ, ട്രാൻസ്പോർട്ടറുടെ ഡീറ്റെയിൽസ്, ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ്, അതായത് ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് കൂടുതൽ പാർട്ട് ബിയിൽ ഫില്ല് ചെയ്യുന്നത്. വെഹിക്കിൾ നമ്പറൊക്കെ ഫില്ല് ചെയ്യുന്നത് പാർട്ട് ബിയിലായിരിക്കും. ഓക്കെ. ഇനി ആരാണ് ചില കേസിൽ പാർട്ട് ബി ഫില്ല് ചെയ്യേണ്ട, അതായത് ചില കേസിൽ പാർട്ട് ബി ഫില്ലേ ചെയ്യേണ്ട. ഏത് കേസിലാണ് പാർട്ട് ബി ഫില്ല് ചെയ്യേണ്ടാത്തത്? ഇത് പല ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. അതായത് ഈ കേസ് വരുമ്പം e-way എടുക്കണ്ടെന്ന് പറയുന്നത്. അങ്ങനല്ല, e-way എടുക്കണ്ടെന്ന് പറയുന്ന സാഹചര്യം ഇല്ല. 50,000 താഴെയാണെങ്കിൽ e-way എടുക്കണം, അത്രേ ഉള്ളൂ. അപ്പം പാർട്ട് ബി ഫില്ല് ചെയ്യേണ്ട, അതായത് പാർട്ട് എ മാത്രം, ഇൻവോയ്സ് ഡീറ്റെയിൽസ് മാത്രം ഫില്ല് ചെയ്താൽ മതി. ട്രാൻസ്പോർട്ടർ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണമെന്നില്ല. ഈ ഡിസ്റ്റൻസ് ഈസ് അപ് ടു 50 കിലോമീറ്റർ. 50 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ വിത്തിൻ ദി സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് മാറി പോകുന്നുണ്ടെങ്കിൽ e-way മസ്റ്റാ, അവിടെ 50 കിലോമീറ്ററിൻ്റെ ഇല്ല. അപ്പോൾ വിത്തിൻ ദി സ്റ്റേറ്റ് 50 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ട്രാവൽ എന്നുണ്ടെങ്കിൽ, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, പാർട്ട് ബി ഫില്ല് ചെയ്യണ്ട. ട്രാൻസ്പോർട്ടറുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം എന്ന് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ ഫില്ല് ചെയ്താൽ മതി. ഇനി ഫില്ല് ചെയ്ത് വിചാരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, വേണമെങ്കിൽ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ. ഇനി ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വണ്ടി കേടായി. ഓക്കെ, വണ്ടി കേടായി, അതായത് തമിഴ്നാട്ടിൽ നിന്ന് സാധനം വരികയാണ്, ഒരു വെഹിക്കിൾ കയറ്റി കൊണ്ടുവന്ന് e-way ഒക്കെ എടുത്തിട്ടുണ്ട്, വണ്ടി കേടായി, പകുതിച്ച് കേടായി. അപ്പോൾ വണ്ടി മാറ്റി എന്ന് പറയുമ്പോൾ പുതിയ വെഹിക്കിൾ കയറ്റി സാധനം കൊണ്ടുവന്ന് അപ്ഡേറ്റ് ചെയ്യണോ പുതിയ വെഹിക്കിൾ നമ്പർ? യെസ്, മസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പം വെഹിക്കിൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ? e-way എടുത്തു കഴിഞ്ഞാൽ പറ്റും. പാർട്ട് ബി ക്യാൻ ബി അപ്ഡേറ്റഡ്. കൺവേയൻസിന്റെ ഡീറ്റെയിൽസ്, അതായത് വെഹിക്കിളിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പാർട്ട് ബിയിൽ എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. വീണ്ടും വണ്ടി കേടായി, പുതിയ വണ്ടി ഇട്ടു, വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. പാർട്ട് ബി നമ്പർ ഓഫ് ടൈംസ്, എത്ര ടൈം വേണമെങ്കിലും എന്ത് ചെയ്യാം, എനി നമ്പർ ഓഫ് ടൈംസ് എനിക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. വണ്ടി കേടായി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വണ്ടി മാറ്റിയാൽ അപ്ഡേഷൻ ഓഫ് ദി വെഹിക്കിൾ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതും പാർട്ട് ബിയിൽ അപ്ഡേറ്റ് ചെയ്യണം. e-way അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പല ആൾക്കാരും പ്രാക്ടിക്കൽ ഇത് ചെയ്യാറില്ല, അതിൻ്റെ നല്ല പണി കിട്ടലുണ്ട്. ഓക്കെ. കൺസോളിഡേറ്റഡ് e-way എനിക്ക് വേണമെങ്കിൽ എടുക്കാം. ആ ഫോമിന്റെ പേരാണ് GST EW02. എന്തായി കൺസോളിഡേറ്റഡ് e-way? ഇപ്പൊ ട്രാൻസ്പോർട്ടർ ഇല്ലേ, നമ്മുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി ഒക്കെ പല ആൾക്കാരുടെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പല ആൾക്കാരും അവരൊക്കെ e-way എടുത്ത് തന്നിട്ടുണ്ടാവും. ഇതൊക്കെ കൂടി മെർജ് ചെയ്തിട്ട് ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടർക്ക് വേണമെങ്കിൽ ഒറ്റ e-way ആക്കിയിട്ട് ജനറേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അതാണ് കൺസോളിഡേറ്റഡ് e-way GST EW02. ഓക്കെ. e-way ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? യെസ്, ക്യാൻസൽ ചെയ്യാൻ പറ്റും, പോസിബിൾ ആണ്. അതായത് e-way എടുത്തു, തെറ്റിപ്പോയി, എന്ത് ചെയ്യണം? പാർട്ട് എ അപ്ഡേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. പാർട്ട് എ തെറ്റിയ പോലെ തന്നെ പാർട്ട് ബി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, ഫൈൻ, കുഴപ്പമില്ല. പാർട്ടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വിത്തിൻ 24 hours എന്ത് ചെയ്യാം? അത് ക്യാൻസൽ ചെയ്യാം. 24 hours കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ e-way നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും വിത്തിൻ 24 hours. ഓക്കെ. e-way വാലിഡിറ്റി ഉണ്ടോ? ഉണ്ട്. e-way വാലിഡിറ്റി എങ്ങനെ പറയുന്നത്? അതായത് 200 കിലോമീറ്റർ ആണ് നിങ്ങളുടെ മൂവ്മെന്റ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസമാണ് വാലിഡിറ്റി, 1 day. അപ്പോൾ 250 ആണെങ്കിലോ 2 day. അതെങ്ങനെയാ? ഓരോ 200 കിലോമീറ്ററിന് 1 day, അടുത്ത 200 കിലോമീറ്റർക്ക് ചാടിക്കഴിഞ്ഞാൽ പാർട്ട് ഓഫ് ദി 200 കിലോമീറ്റേഴ്സ് ഓൾസോ വിൽ കൗണ്ട് ആസ് 1 day. അപ്പം 250 ആണെങ്കിൽ 2 day, 300 ആണെങ്കിൽ 2 day, 410 ആണെങ്കിൽ 3 day. 200 കഴിഞ്ഞില്ലേ? 200 അടുത്ത 200ക്ക് പോയി. അപ്പൊ പാർട്ട് ഓഫ് ദി, അതാണ് ഇവിടെ പറയുക, അതായത് 1 day ഇൻ കേസ് 200, ഇനി ഓരോ 200നും ഓർ പാർട്ട് ദെയർ ഓഫ് ഓരോ 200നും 1 അഡീഷണൽ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇവിടെ ഒരു എക്സെപ്റ്റ് കാണാം, അതർ ദാൻ ഓവർ ഡയമെൻഷണൽ കാർഗോ അല്ലെങ്കിൽ മൾട്ടി മോഡൽ ഷിപ്മെന്റ് എന്ന് കാണാം. അതായത് ഈ പറഞ്ഞ ഓവർ ഡയമെൻഷണൽ കാർഗോ എന്ന് പറഞ്ഞാൽ വലിയ വണ്ടി ഇല്ലടാ, പുഴു പോലെയുള്ള, അതായത് ഫ്രണ്ടിൽ എഞ്ചിൻ ഉണ്ടാവും, അതിൻ്റെ ഇങ്ങനെ പോകും, വലിയ വണ്ടി, ട്രെയിൻ പോലെയുള്ള നമ്മളെ വലിയ കണ്ടെയ്നർ വണ്ടി. ഈ വണ്ടിക്ക് 200 കിലോമീറ്റർ അല്ല വാലിഡിറ്റി പറയുന്നത്, 20 കിലോമീറ്റർ. അതിന്റെ റീസൺ എന്തായിരിക്കും? ഒരു ദിവസം 20 കിലോമീറ്റർ, അതായത് പതുക്കല്ലേ പോവുള്ളൂ. ഒരു ദിവസം 20 കിലോമീറ്റർ ഒക്കെ അതിന് താണ്ടാൻ പറ്റുള്ളൂ, വല്ല പോവുള്ളൂ. മനസ്സിലായോ? അപ്പം അതിന് ഒരു ദിവസമാണ്. 20 കിലോമീറ്ററിന് 1 day, ഓരോ 20 കിലോമീറ്ററിനും അല്ലെങ്കിൽ പാർട്ടിനും അഡീഷണൽ 1 day. 200ന് പകരം 20. വാലിഡിറ്റി ചിലപ്പം ക്വസ്റ്റനിൽ ചോദിക്കാറുണ്ട്, ഈ മറ്റേ MCQ തന്നെ. ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇതിന്റെ വാലിഡിറ്റി കൗണ്ട് ചെയ്യാൻ പറയും. ഓക്കെ. അപ്പോൾ വാലിഡിറ്റി പഠിക്കുക. 200 കിലോമീറ്റർ നോർമൽ വണ്ടിയാണെങ്കിൽ 200 കിലോമീറ്ററിന് 1 day, ഓരോ 200 കിലോമീറ്ററിന് അഡീഷണൽ 1 day, അല്ലെങ്കിൽ പാർട്ടിനാണെങ്കിൽ അഡീഷണൽ 1 day.
മൾട്ടി മോഡൽ ഷിപ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഓവർ ഡയമെൻഷണൽ കാർഗോ എന്നുണ്ടെങ്കിൽ 20 കിലോമീറ്ററിനും ഉണ്ട്, അല്ലെങ്കിൽ ഓരോ 20 കിലോമീറ്ററിനും അഡീഷണൽ ഉണ്ട്. ഇ വേ ബില്ലിൻ്റെ ഫോർമാറ്റ് വേണമെങ്കിൽ കണ്ടോളൂ. ഇതാണ് ഇ വേ ബില്ലിൻ്റെ ഫോർമാറ്റ്. ഇ വേ ബില്ല് എടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാവും. ഓക്കെ, സാമ്പിളിന് വെച്ചാണ്. ഇ വേ ബില്ല് എടുത്തു കഴിഞ്ഞാൽ കൂടെ വെക്കേണ്ട പ്രിന്റ് ഇതാണ്. ഇ വേ ബില്ല് എടുത്തത് ഇതിൽ കുറേ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. വാല്യൂ ഓഫ് ഗുഡ്സ് ഉണ്ടാവും, ലോജിസ്റ്റിക്സ് ഏതാണെന്നുണ്ടാവും, അണ്ട വെഹിക്കിൾ നമ്പർ ഉണ്ടാവും, എല്ലാം ഉണ്ട്. എവിടുന്ന് അവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നുണ്ടാവും. പാർട്ടി എ ഉണ്ട്, പാർട്ടി എ, പാർട്ടി ബി ഒക്കെ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇ വേ ബിൽ. ഇ വേ ബില്ലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ചില ഗുഡ്സ് എക്സംപ്റ്റ് ആണ്, ചില കേസിൽ ഇ വേ ബിൽ എക്സംഷൻ ആണ്. അതൊരു അനക്ഷറിലൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കുക ഏതൊക്കെ കേസിലാണ്. ചില കേസിൽ ഇ വേ ബിൽ എക്സംപ്റ്റഡ് ആയിട്ടുണ്ട്, ചില കേസിൽ ഇ വേ ബിൽ ഈസ് എക്സംപ്റ്റഡ്. എക്സംഷൻസ് പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കിക്കണ്ടി എക്സംഷൻസ് ഏതൊക്കെയാണ് ഇ വേ ബില്ല് വരുന്നത്. ആ പ്രൊഡക്റ്റ് ആണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആ സംഭവങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇ വേ ബിൽ എടുക്കണ്ടേ വേണ്ടെന്ന് പറയുന്നുണ്ട്. കൂടുതലും ഗവൺമെന്റ് റിലേറ്റഡ് കാര്യങ്ങളാണ്. അല്ലാത്തതും കുറച്ച് പറയുമ്പോൾ ഗ്യാസ് പോലത്തെ സംഭവങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നതിന് ഇ വേ ബിൽ വേണ്ട എന്നൊക്കെ പറയുന്ന കേസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതും കൂടി ഒന്ന് നോക്കിയാൽ മതി. ബാക്കി എല്ലാതും ഇ വേ ബില്ലിനെ കുറിച്ച് ഇവിടെ ഡിസ്കസ്ഡ് ആണ്. ഓക്കെ, താങ്ക് യു. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.